മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു സ്ത്രീ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം കൊടുക്കുന്നു. പിണറായി വിജയൻ അത് CPMൻ്റെ ഏരിയ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറയുന്നു. ഇങ്ങനെയൊന്ന് കേരളത്തിൽ സംഭവിച്ചാൽ എന്താകും അവസ്ഥ? അങ്ങ് മൂത്ത സംഘി ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ സംഘികളുടെ തറവാടി യൂട്യൂബ് ചാനലുകളായ കർമ്മ ന്യൂസും മറുനാടൻ മലയാളിയും വരെ കുറഞ്ഞത് ഒരു മാസം ചർച്ച ചെയ്യും, ആഘോഷിക്കും. BJPയും UDFും സെക്രട്ടേറിയറ്റ് മാർച്ച് വരെ നടത്തും. പെൻഷൻ ഫെയിം മറിയക്കുട്ടി പിണറായിയെ ഒരു 10 ചീത്തെങ്കിലും ചാനൽ ഫ്ലോറുകളിൽ വിളിക്കും. പക്ഷേ തൃശ്ശൂരിലെ പുതിയ മഹാരാജാവ് മാധ്യമ ഓഡിറ്റിങ്ങിനും അപ്പുറമാണ്. വിമർശിക്കാനേ പാടില്ല. അദ്ദേഹം നന്മമരമാണ്. ചാനൽ ഷോകളിലും എന്തിലും ഏതിലും ആളുകളെ സഹായിക്കുന്ന നന്മമരത്തിൻ്റെ കുറച്ച് ദിവസങ്ങളായി വരുന്ന വീഡിയോസ് കണ്ട് തൃശ്ശൂരിൽ വോട്ട് ചെയ്ത ജനം തലയിൽ കൈവെക്കുക. അതെല്ലാം ജില്ലാ പ്രസിഡന്റ് നമുക്ക് ജില്ലാ പ്രസിഡന്റിനെ കണ്ടിട്ട് നമുക്ക് അറിയാം. ജില്ലാ ചേച്ചി ചെയ്യാം. ചേച്ചി ജില്ലാ പ്രസിഡന്റ് കൊടുത്താൽ സാറിന് ചെയ്യും. അങ്ങനെ ചെയ്യാം. നമുക്കിപ്പോ തന്നെ കാണിക്കാം. ചെയ്യാതിരിക്കില്ല. അതേ പറ്റില്ല. ജില്ലാ പ്രസിഡന്റ് നമുക്ക് നവോഭവനിൽ പോയാൽ കാണാം. കേന്ദ്ര സഹമന്ത്രിയും തൃശ്ശൂർ MPയുമായ സുരേഷ് ഗോപിക്ക് പരാതി നൽകാൻ വന്ന ആളുകളോടാണ് ആ പരാതി BJP തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിന് കൊടുക്കാൻ സുരേഷ് ഗോപിയും സംഘം പ്രവർത്തകരെ നിർദ്ദേശിക്കുന്നത്. അതായത് ജനങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തിക്ക് തനിക്ക് വോട്ട് ചെയ്തവരിൽ നിന്ന് പരാതി കേൾക്കാൻ പോലും സൗകര്യമില്ല. ജനപ്രതിനിധിയല്ലാത്ത BJP ജില്ലാ പ്രസിഡന്റിന് ജനം നിവേദനം കൊടുത്ത് കാത്തിരിക്കണം. എന്തൊരു വിരോധാഭാസം! ചാനൽ ഷോകളിൽ ആരുടെയെങ്കിലും സങ്കടം കേട്ടാൽ ഉടൻ മനസ്സലിയുന്ന പ്രമുഖന് ഒരു സ്ത്രീ ഉക്രൈനിൽ പെട്ട് കിടക്കുന്ന മകനെ രക്ഷിക്കാനുള്ള നിവേദനം കൊടുത്തപ്പോൾ അത് വാങ്ങി വായിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും ഈ നന്മമരം ഇലക്ഷന് മുമ്പ് വരെ വളരെ മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഇലക്ഷന് ശേഷം യഥാർത്ഥ മുഖം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. കുറേ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും യൂട്യൂബ് ചാനൽസും വെച്ചുള്ള PR വർക്ക് നടത്തി വെളുപ്പിച്ചു വെച്ച നന്മമരം ഇപ്പോൾ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുന്നത് ഒരു വിധത്തിൽ നല്ലതാണ്. തൃശ്ശൂരിൽ വികസനം കുത്തിയൊലിക്കുമെന്ന് കരുതി താമരയ്ക്ക് കുത്തിയ കുറച്ച് പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവർക്ക് തിരിച്ചറിവുണ്ടാകാൻ ഇതൊക്കെ വളരെ നല്ലതാണ്. ചാനൽ ഷോകളിൽ ആരുടെയെങ്കിലും സങ്കടം കേട്ടാൽ ഉടൻ മനസ്സലിയുന്ന പ്രമുഖന് ഒരു സ്ത്രീ